പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്ന ഈ മെത്തേഡ് മിത്താണോ അല്ലേന്നറിയോ? കാരണം ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഹെന്ന ആഫ്റ്റർ കെയറിൽ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഈ ക്ലോവ് സ്റ്റീമിങ് മെത്തേഡ്. ഇത് ബേസിക്കലി ഒരു പാൻ എടുത്ത് ചൂടാക്കി അതിൽ ഗ്രാമ്പൂ ഇട്ട് ഗ്രാമ്പൂവിൻ്റെ ആവി നമ്മുടെ കയ്യിൽ കൊള്ളിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള സയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രാമ്പൂലൊക്കെ നാച്ചുറലായിട്ട് കാണപ്പെടുന്ന ഒരു ഓയിലാണ് യൂജിനോൾ എന്ന് പറയുന്നത്. ഈ ഓയിലെല്ലാം ചൂടാക്കി ഇതിൻ്റെ ആവി നമ്മുടെ കയ്യിൽ കൊള്ളുമ്പോൾ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഹെന്ന പീസ്റ്റ് മോയിസ്റ്റ് ആയിട്ടിരിക്കാൻ ഇത് സഹായിക്കും. അപ്പോൾ കുറച്ച് നേരം കൂടി സ്റ്റെയിൻ ഡെവലപ്മെൻറ്റിന് നമുക്ക് സമയം കിട്ടാണ്. അങ്ങനെയാണ് ഈ ക്ലൗ ഹീറ്റിംഗ് മെത്തേഡിൽ നിന്ന് നമുക്ക് റിച്ച് സ്റ്റെയിൻ കിട്ടാനുള്ള മേജർ. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ മൈലാഞ്ചി ഇട്ട് കഴുകി കളഞ്ഞതിന് ശേഷം ഈ ക്ലൗ ഹീറ്റിംഗ് മെത്തേഡ് ചെയ്യുന്നത്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൈലാഞ്ചി ഓർഗാനിക് മൈലാഞ്ചി യൂസ് ചെയ്തവർക്കറിയാം, ഇന്ന് രാവിലെ നമ്മൾ കഴുകി കളഞ്ഞ മൈലാഞ്ചി ആണെങ്കിൽ ഒന്നല്ലെങ്കിൽ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ ആയിരിക്കും നമുക്ക് മെച്ചൂർ സ്റ്റെയിൻ കിട്ടുക. അപ്പോൾ ഈ സമയത്ത് ചില ഡയോക്സിഡൻ മോളിക്യൂൾസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് റിച്ചർ സ്റ്റെയിൻ തരാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഈ ക്ലൗ ഹീറ്റിംഗ് മെത്തേഡിൽ ആവി ക്ലോവ്സിലേക്ക് ഈ യൂജിനോൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതിൻ്റെ ആവിയൊക്കെ നമ്മുടെ കയ്യിൽ വരാണെങ്കിൽ ഈ ഡയോക്സിഡൻ പ്രോസസ്സിനെ ആക്സിലറേറ്റ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് സ്റ്റെയിൻ വന്നതിന് ശേഷവും നമ്മൾ സ്റ്റെയിൻ കൂട്ടാനായിട്ട് ഈ മെത്തേഡ് ചൂസ് ചെയ്യുന്നത്. സോ ഇത് മിത്തല്ല, ഇതൊരു ട്രഡീഷണൽ മെത്തേഡാണ്, പണ്ട് കാലം മുതൽ ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്പോഴാണ് ഇത് ട്രെൻഡിങ് ആയത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.